കേൾവിയുള്ള ഷാലോമിൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, മരണത്തെക്കുറിച്ചുള്ള നമ്മുടെ വിചിന്തനങ്ങൾ നരകത്തിലേക്ക് എത്തുകയാണ്. പലപ്പോഴും നരകത്തെക്കുറിച്ച് പറയാൻ എനിക്കിഷ്ടമല്ല. അങ്ങനൊരവസ്ഥ ആർക്കും ഉണ്ടാകരുത്, എനിക്കുണ്ടാകരുത് എന്ന് പ്രാർത്ഥിക്കുന്ന ഒരാളാണ് ഞാൻ. മത്തായിയുടെ സുവിശേഷത്തിൽ 25-ാമത്തെ അധ്യായത്തിലെ കർത്താവ് തൻ്റെ വലതുവശത്തുള്ളവരെ അനുഗ്രഹിച്ചുകൊണ്ട് പറയുന്നുണ്ട്, എൻ്റെ പിതാവിനാൽ അനുഗ്രഹീതരെ, നിങ്ങൾ നിത്യസൗഭാഗ്യത്തിലേക്ക് പ്രവേശിക്കുവിൻ. ഇടതുവശത്തുള്ളവരെ അവൻ ശിക്ഷിച്ചുകൊണ്ട് പറയുന്നുണ്ട്, നിങ്ങൾ നിത്യനരകത്തിലേക്ക് പ്രവേശിക്കുവിൻ. അതുകൊണ്ട് തന്നെ കർത്താവിൻ്റെ വാക്കുകൾ കൃത്യമായിട്ട് മനസ്സിലാക്കുകയാണെങ്കിൽ നന്മ ചെയ്തവരെ നിത്യരക്ഷയിലേക്കും തിന്മ ചെയ്തവരെ നിത്യശിക്ഷയിലേക്കും പ്രവേശിക്കുമെന്ന് സ്ഥാപിക്കാൻ പിന്നെ ആർഗ്യുമെൻറ്റ്സ് ഒന്നും ആവശ്യമില്ല. ഇവിടെ എപ്പോഴും ചോദിക്കപ്പെടുന്നൊരു ചോദ്യമുണ്ട്, ദൈവസ്നേഹം തന്നെയാണ്. സ്നേഹമുള്ള ദൈവം എല്ലാവരും ഒരുപോലെ സ്നേഹിക്കുന്നു. അപ്പോഴെങ്ങനെയാണ് ദൈവത്തിനെ കുറച്ചു പേരെ രക്ഷിക്കാനും കുറച്ചു പേരെ ശിക്ഷിക്കാനും സാധിക്കുക? ഈ ചോദ്യം എൻ്റെ മാത്രം ചോദ്യമല്ല, നിങ്ങളുടെയൊക്കെ മനസ്സിലുള്ള ചോദ്യമാണ്. ധൂർത്തപുത്രൻ വന്നപ്പോൾ കരനീട്ടി സ്വീകരിച്ച് കഴുകി വൃത്തിയാക്കി നഷ്ടപ്പെട്ടതൊക്കെ അവന് കൊടുത്ത ഒരു പിതാവിൻ്റെ ചിത്രം ലൂക്ക അതിവർണ്ണനം ചെയ്ത് നമ്മെ ബോധ്യപ്പെടുത്തുന്നതാണ്. മത്തായി അന്ത്യവിധിയിൽ ദൈവത്തെ നിഷേധിച്ചവരെ, സഹോദരങ്ങളെ തിരസ്കരിച്ചവരെ അവർ നിത്യമായി ശിക്ഷിക്കപ്പെടുന്നതായും പറയുന്നുണ്ട്. സഭയുടെ പഠനങ്ങൾ നമ്മെ ബോധ്യപ്പെടുത്തുന്നു, വിശ്വാസ സംഹിത നമ്മെ പഠിപ്പിക്കുന്നു, നിത്യരക്ഷ ഉള്ളതുപോലെ തന്നെ നിത്യശിക്ഷയും ദൈവത്തിൻ്റെ പദ്ധതിയിൽ ഉണ്ട്. പക്ഷേ ഒരാളെ ശിക്ഷയിലേക്കും വേറെ ഒരുവനെ രക്ഷയിലേക്കും നിയോഗിക്കുന്നതിലെ കാരണമാകുന്നത് സ്വാതന്ത്ര്യത്തിൻ്റെ ഉപയോഗമാണ്. പലപ്പോഴും ഈ യുവജനങ്ങളുമായിട്ടുള്ള ചർച്ചാവേദികളിലൊക്കെ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, കർത്താവ് എല്ലാം അറിയുന്ന ആളല്ലേ, കർത്താവിനെല്ലാം കൃത്യമായിട്ട് മുൻകൂട്ടി കാണുന്ന ഒരാളല്ലേ, പിന്നെ എന്തിനാ യുവദാസിനെ ശിഷ്യന്മാരുടെ ഗണത്തിൽ കൂട്ടിയത്, അവൻ്റെ കയ്യിൽ പണക്കിഴി കൊടുത്തത്, സാമ്പത്തിക കാര്യങ്ങളുടെ മുഴുവൻ ഉത്തരവാദിത്വം അവനെ ഏൽപ്പിച്ചത് എന്തിനാണ്? അവൻ കൊള്ളരുതാത്തവനാണെന്നും അവൻ ഒറ്റിക്കൊടുക്കാൻ ഇരിക്കുന്നവനാണെന്നൊക്കെ ഈശോയ്ക്ക് അറിയുന്നതല്ലേ. ഇവിടെയാണ് എനിക്ക് നമ്മോട് പറയാൻ ആഗ്രഹമുള്ളത്, ദൈവത്തിൻ്റെ സ്നേഹം സൗജന്യദാനമാണ്. ഞാനോ നിങ്ങളോ ആരും തന്നെ ഈ സ്നേഹം വില കൊടുത്ത് വാങ്ങിച്ചതല്ല. ദൈവം നമുക്ക് ഔദാര്യമായിട്ട് നൽകിയതാണ്. ഈ ദൈവം നൽകിയ ഈ സ്നേഹത്തെ നമ്മുടെ സ്വാതന്ത്ര്യം ഉപയോഗിച്ച് ഉപയോഗപ്പെടുത്താനുള്ള അവകാശം, ഉത്തരവാദിത്വം നമുക്കുണ്ട്. അത് നന്മയ്ക്ക് വേണ്ടി ഉപയോഗിക്കാം, അത് തിന്മയ്ക്ക് വേണ്ടി ഉപയോഗിക്കാം. നന്മയും തിന്മയും തമ്മിൽ വേർതിരിച്ചെടുക്കുന്ന കാര്യത്തിൽ ദൈവം നമുക്ക് നൽകിയുള്ള സ്വാതന്ത്ര്യം അത് വലിയൊരു സാധ്യതയാണ്. ആ സാധ്യത നിത്യരക്ഷയിലേക്കുള്ള വഴിയോ നിത്യശിക്ഷയിലേക്കുള്ള വഴിയോ നമ്മുടെ മുൻപിൽ തുറക്കും.
അതുകൊണ്ട് തന്നെ നിത്യരക്ഷ, നമ്മുടെ സ്വാതന്ത്ര്യം ദൈവം ആഗ്രഹിക്കുന്നത് പോലെ ഉപയോഗിക്കുമ്പോൾ ദൈവം നമുക്ക് നൽകുന്ന അംഗീകാരമുദ്രയാണ്. നമുക്ക് നൽകിയ സ്വാതന്ത്ര്യം നാം തോന്നിയാസമാക്കി നമുക്ക് ഇഷ്ടമുള്ളതുപോലെ ദൈവത്തെ വെല്ലുവിളിച്ചും സഹോദരങ്ങളെ തിരസ്കരിച്ചും ദുരുപയോഗിക്കുമ്പോൾ നമ്മൾ നിത്യ ശിക്ഷയുടെ കവാടങ്ങൾ തള്ളി തുറക്കുകയാണ്. അതുകൊണ്ട് നിത്യശിക്ഷ ഉണ്ടെന്നുള്ള കാര്യത്തിൽ ഒരഭിപ്രായ വ്യത്യാസവും ആർക്കും വേണ്ട. നിത്യശിക്ഷയിലേക്കും നിത്യരക്ഷയിലേക്കും നമ്മുടെ മുൻപിലുള്ള വഴികൾ തിരഞ്ഞെടുക്കാൻ ദൈവം നമുക്ക് നൽകിയിട്ടുള്ള ഏറ്റവും വലിയ കൃപയാണ് നമ്മുടെ സ്വാതന്ത്ര്യം. നമ്മുടെ സ്വാതന്ത്ര്യം എവിടെ എങ്ങനെ ഉപയോഗിക്കുന്നു എന്നതിനെ ആശ്രയിച്ചിട്ടാണ് നിത്യരക്ഷയും നിത്യശിക്ഷയും നമ്മുടെ മുൻപിൽ ഉണ്ടാകുന്നത്. പത്രോസ് കർത്താവിനെ 3 പ്രാവശ്യം ഉപേക്ഷിച്ചു എന്ന് സുവിശേഷത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. വാവിട്ട് കരഞ്ഞപ്പോൾ കർത്താവ് പത്രോസിനെ ചേർത്ത് പിടിച്ചു. പത്രോസിനോട് ചോദിച്ച ചോദ്യം, നീ ഇവരെക്കാൾ അധികമായിട്ട് എന്നെ സ്നേഹിക്കുന്നുണ്ടോ എന്നാണ്. ഉണ്ട് കർത്താവ് എന്ന് പൊട്ടിക്കരഞ്ഞ് പറഞ്ഞപ്പോൾ കർത്താവ് താക്കോലുകൾ, അജപാലന ദൗത്യത്തിൻ്റെ താക്കോലുകൾ അവനെ ഏൽപ്പിച്ചു. യൂദാസിനെയും കർത്താവ് വിളിച്ചായിരുന്നു. ചുംബനം കഴിഞ്ഞ് യൂദാസ് കർത്താവിൻ്റെ മുഖത്ത് നോക്കിയപ്പോൾ കർത്താവ് സ്നേഹപൂർവ്വം ചോദിച്ച ചോദ്യമുണ്ട്, യൂദാസേ, നീ ചുംബനം കൊണ്ടാണോ എന്നെ ഒറ്റിക്കൊടുക്കുന്നത്? അവിടെ കാൽപാദങ്ങളിൽ വീണിരുന്നുവെങ്കിൽ യൂദാസിൻ്റെ വിധി വ്യത്യസ്തമായിരുന്നേനെ. യൂദാസ് പക്ഷേ കർത്താവ് വിളിച്ചപ്പോൾ കർത്താവിന് ചെവി കൊടുക്കാതെ ഓടിപ്പോവുകയുണ്ടായത്. ഇവിടെയാണ് എനിക്ക് എൻ്റെ സഹോദരങ്ങളോട് പറയുന്നത്, നിത്യശിക്ഷ ദൈവത്തിൻ്റെ സംവിധാനത്തിലെ കടന്നു വരുന്നത് മനുഷ്യൻ സ്വാതന്ത്ര്യത്തെ ദുരുപയോഗിക്കുമെന്നുള്ള സാധ്യതയിലാണ്. ദൈവം മുൻകൂട്ടി നിത്യശിക്ഷ ക്രമപ്പെടുത്തിയതല്ല. സ്വാതന്ത്ര്യം ദുരുപയോഗപ്പെടുത്തി മനുഷ്യൻ പാപം ചെയ്യാൻ ഉറച്ചു തീരുമാനിക്കുമ്പോൾ, ദൈവത്തെ വെല്ലുവിളിക്കുമ്പോൾ, സഹോദരങ്ങളെ വെല്ലുവിളിക്കുമ്പോൾ, തിന്മയിലെ മുഴുകി ജീവിക്കുമ്പോൾ, മനസാന്തരത്തിൻ്റെ മുന്നറിയിപ്പുകളും അവസരങ്ങളും ഒക്കെ കൊടുത്തിട്ടും അതൊന്നും പ്രയോജനപ്പെടുത്താതെ വരുമ്പോൾ, ധനവാന്റെയും ലാസറിൻ്റെയും കഥയിലെ ധനവാന്റെ ഏക അപേക്ഷ എന്തായിരുന്നു അറിയാമോ? ലാസറിനെ താഴോട്ട് വിടണമെന്നാണ്. ലാസർ എന്ന് പ്രസംഗിച്ച എല്ലാവരും മാനസാന്തരപ്പെടും. അബ്രഹാം അതിന് കൊടുത്ത മറുപടി എന്താണെന്നറിയാമോ? അവർക്ക് മോശയും പ്രവാചകന്മാരും ഉണ്ട്. അവരെ കേൾക്കുന്നില്ലെങ്കിലേ, ആ മുന്നറിയിപ്പുകൾ സ്വീകരിക്കുന്നില്ലെങ്കിലേ ഒരാൾ ഇവിടെ നിന്ന് ചെന്ന് അവരോട് പറഞ്ഞാലും അവർ വിശ്വസിക്കുകയില്ല. നിത്യ നരകത്തെക്കുറിച്ചുള്ള വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ കാഴ്ചപ്പാടുകൾ ഒരുപക്ഷെ അതിലേക്കുള്ള സാധ്യതകൾ നമ്മുടെ മുൻപിൽ തുറക്കാനുള്ള കാരണം അപ്പസ്തോലനായ യോഹന്നാൻ അത് പറയുന്നുണ്ട്. അപ്പസ്തോലനായ യോഹന്നാൻ എഴുതിയ 1-ാമത്തെ ലേഖനത്തിലെ 3-ാമത്തെ അധ്യായത്തിലെ 14ഉം 15ഉം വചനങ്ങൾ ഇപ്രകാരമാണ്: സ്നേഹിക്കാത്തവൻ മരണത്തിൽ നിലനിൽക്കുന്നു. സഹോദരനെ വെറുക്കുന്നവൻ കൊലപാതകിയാണ്. ഒരു കൊലപാതകിയിലും നിത്യജീവൻ നിലനിൽക്കുന്നില്ല. ഇത് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണല്ലോ. സ്നേഹിക്കാത്തവൻ മരണത്തിൽ നിലനിൽക്കുന്നു. നിത്യജീവൻ്റെയും നിത്യശിക്ഷയുടെയും അടിസ്ഥാനപരമായിട്ടുള്ള നിലപാട് സ്നേഹത്തിൻ്റെ സദുപയോഗവും സ്നേഹത്തിൻ്റെ ദുരുപയോഗവുമാണ്. സ്നേഹം സദുപയോഗം, ദൈവത്തെ സ്നേഹിക്കുന്നവൻ, സഹോദരനെ സ്നേഹിക്കുന്നവൻ. എന്നാൽ ദൈവത്തെ വെല്ലുവിളിക്കുന്നവൻ, സഹോദരങ്ങളെ വെല്ലുവിളിക്കുന്നവൻ, സ്നേഹത്തെ ദുരുപയോഗിക്കുന്നവൻ. അതുകൊണ്ട് തന്നെയാണ് അപ്പസ്തോലൻ പറയുന്നത്,
സഹോദരനെ വെറുക്കുന്നവൻ കൊലപാതകിയാണ്. ഒരു കൊലപാതകിയിലും നിത്യജീവൻ നിലനിൽക്കുകയില്ല. അതുകൊണ്ട് സ്നേഹമാണ് നമ്മുടെ ക്രൈസ്തവ ജീവിതത്തിലെ, നമ്മുടെ മനുഷ്യ ജീവിതത്തിലെ നിത്യജീവൻ്റെ സത്ഫലങ്ങൾ നമുക്ക് നൽകുന്നത്. സ്നേഹത്തിൻ്റെ ദുരുപയോഗമാണ് നമ്മുടെ ജീവിതത്തിലെ നിത്യശിക്ഷയുടെ ശാപവും ശിക്ഷയും നമുക്ക് നൽകുന്നത്. മത്തായിയുടെ സുവിശേഷത്തിൽ 25-ാമത്തെ അധ്യായത്തിലെ ഈ നിത്യരക്ഷയെ സംബന്ധിച്ചും നിത്യശിക്ഷയെ സംബന്ധിച്ചും സുവിശേഷകൻ 3 ഉപമകൾ അവതരിപ്പിക്കുന്നുണ്ട്. ഈ 3 ഉപമകളും വളരെ പ്രധാനപ്പെട്ട ഉപമകളാണ്. മത്തായിയുടെ സുവിശേഷത്തിലെ 25-ാമത്തെ അധ്യായത്തിലെ 1 തുടങ്ങി 13 വരെയുള്ള വചനങ്ങൾ വിവരിക്കുന്നത് കന്യകമാരുടെ കഥകളാണ്. 10 കന്യകമാർ, അവർ 5 പേരെ വിവേകമതികളും 5 പേരെ വിവേകശൂന്യകളുമായിട്ട് ചിത്രീകരിച്ചിരിക്കുന്നു. വിവേകമതികൾ, വിവേകശൂന്യര്. ഈ വിവേകവും ബുദ്ധിയും തമ്മിൽ വലിയ ബന്ധമുണ്ട്. നമ്മുടെ തീരുമാനങ്ങളൊക്കെ നമ്മൾ എടുക്കുന്ന ബുദ്ധി കൊണ്ടാണ്. നമ്മുടെ തീരുമാനങ്ങളിൽ നമ്മുടെ ഹൃദയമുണ്ട്. നമ്മുടെ തീരുമാനങ്ങളിൽ നമ്മുടെ ആരോഗ്യവും ആയുസ്സും നമ്മുടെ സാധ്യതകളും നമ്മുടെ സിദ്ധികളെല്ലാം ഉണ്ട്. എണ്ണ കരുതാത്ത സ്ത്രീകൾ, അവരാണ് എണ്ണ വാങ്ങിക്കാൻ പോയത്. എണ്ണ വാങ്ങിക്കാൻ പോയി അവർ എണ്ണ വാങ്ങിച്ച് തിരിച്ചു വരുമ്പോൾ കതകടച്ചു. കതകിൻ്റെ പുറത്ത് നിന്ന് അവരെ മുട്ടി വിളിച്ചുകൊണ്ട് പറയുന്നുണ്ട്, കർത്താവേ കർത്താവേ, ഞങ്ങൾക്ക് വേണ്ടി കതക് തുറക്കണേ. യജമാനൻ കൊടുത്ത മറുപടി എന്താണ്? അവർ എന്നോടൊപ്പം വിരുന്നിന് പ്രവേശിച്ചു, കതകടച്ചു, ഇനി അതൊരിക്കലും തുറക്കില്ല. നമ്മുടെ മുൻപിലുള്ള സാധ്യതകൾക്ക് മരണം കർട്ടനാണ്, മരണം അവസാനമാണ്. നമുക്ക് സ്നേഹത്തിൻ്റെ എണ്ണ കരുതലുള്ളവരാകട്ടെ. സ്നേഹത്തിൻ്റെ എണ്ണ നമുക്ക് സമൃദ്ധിയായിട്ട് നമ്മുടെ കരങ്ങളിലൂടെയും ചിന്തകളിലൂടെയും ഹൃദയത്തിലൂടെയും ബുദ്ധിയിലൂടെയും ഒക്കെ വ്യാപനം ചെയ്യാൻ നമ്മൾ പഠിക്കട്ടെ. വിശ്വാസം, പ്രത്യാശ, സ്നേഹം, ഇവ 3 നിലനിൽക്കുന്നു. പക്ഷെ അപ്പോസ്തലൻ കൂട്ടിച്ചേർത്ത് പറയുകയാണ്, എന്നാൽ ഇവ 3ലും വെച്ച് ഏറ്റവും തന്ത്രപ്രധാനമായിട്ടുള്ളത് സ്നേഹമാണ്. അതുകൊണ്ട് തന്നെ കന്യകമാരുടെ കഥയിലൂടെ കതക് അടയ്ക്കപ്പെടുന്നു എന്ന് പറയുമ്പോൾ സാധ്യതകൾ അവസാനിച്ചു എന്ന് നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മുടെ മുൻപിലുള്ള സാധ്യതകൾ തീർന്നു. മരണം സാധ്യതകൾ അവസാനിക്കുന്ന ഒരു മുഹൂർത്തമാണ്. നമ്മുടെ സാധ്യതകളെ പരമാവധി നന്മയിലേക്ക് പ്രയോജനപ്പെടുത്താൻ, സ്വാതന്ത്ര്യത്തെ സഹോദരങ്ങളിലേക്ക് ദൈവത്തിലേക്ക് വളരാനുള്ള അവസരങ്ങളാക്കി മാറ്റാൻ നമുക്ക് കഴിയട്ടെ. മത്തായിയുടെ സുവിശേഷത്തിലെ 25-ാമത്തെ അധ്യായത്തിലെ 2ാമത് പറയുന്ന കഥ താലന്തുകളുടെ കഥയാണ്. ഞാൻ പലപ്പോഴും ഈ വൈദികരുടെ ശവസംസ്കാര കർമ്മത്തിലെ വായിക്കുന്ന സുവിശേഷ ഭാഗം ഇതാണ്, താലന്തുകളുടെ കഥ. താലന്തുകൾ വർദ്ധിപ്പിച്ച ദാസൻ്റെ കഥ. 5 കിട്ടിയ ദാസൻ, അവൻ 5 കൂടെ ഉണ്ടാക്കി. 2 കിട്ടിയവൻ അത് വർദ്ധിപ്പിച്ച് 2 കൂടെ നേടി. 1 താലന്ത് കിട്ടിയവൻ യജമാനെ വെല്ലുവിളിച്ചു. അവൻ പറഞ്ഞു, നീ പെറുക്കിയാണ്, നീ പിശുക്കനാണ്, നീ വെക്കാത്തടുത്തുനിന്ന് എടുക്കുന്നവനും വെത്രാത്തടുത്തുനിന്ന് ശേഖരിക്കുന്നവനുമാണ്, നിന്നെ എനിക്ക് ഭയമായിരുന്നു. അവൻ്റെ കയ്യിൽ നിന്ന് ആ 1 താലന്ത് പിടിച്ചു വാങ്ങിയിട്ട് യജമാനൻ അവനോട് പറയുന്ന വാക്കുകൾ എന്താണെന്നറിയാമോ? അവനെ കാരാഗൃഹത്തിൽ അടയ്ക്കുവിൻ. അവിടെ പല്ലുകടിയും അഗ്നിയും ഉണ്ടാകും. എൻ്റെ സഹോദരങ്ങൾ, നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന അവസരങ്ങളെല്ലാം തന്നെ വർദ്ധിപ്പിക്കാനുള്ളതാ. നമ്മുടെ ബുദ്ധി, നമ്മുടെ ആരോഗ്യം, നമ്മുടെ സൗന്ദര്യം, നമ്മുടെ കഴിവുകൾ, അത്
നിരന്തരമായിട്ട് ദുരുപയോഗിക്കുകയും നിരന്തരമായിട്ട് ദൈവത്തെ വെല്ലുവിളിക്കുകയും സഹോദരനെ അടിച്ചമർത്തുകയൊക്കെ ചെയ്യുന്നവൻ താലന്തുകൾ ദുരുപയോഗം ചെയ്യുന്നവനാണ്. ഞാൻ ചിലപ്പോഴൊക്കെ ഒരുപാട് ചെറുപ്പക്കാർ നാശത്തിൻ്റെ വഴികളിലൂടെ പോകുന്ന കാണുമ്പോൾ സങ്കടം തോന്നിയിട്ട് വിചാരിക്കാറുണ്ട്, ദൈവമേ എന്നാണ് ഇവനൊരു സുബോധം ഉണ്ടാകുന്നത്. ധൂർത്തപുത്രനുണ്ടായതുപോലെ ഒരു സുബോധം. താലന്തുകൾ നഷ്ടപ്പെടുത്തുന്നവരൊക്കെ നരകത്തിലേക്കുള്ള വഴി പണിയുന്നവരാണ്. എൻ്റെ ആരോഗ്യം, എൻ്റെ സാധ്യതകൾ, എൻ്റെ സിദ്ധികൾ, എൻ്റെ സമ്പത്തുകൾ, എൻ്റെ സൗന്ദര്യം അത് നഷ്ടപ്പെടുത്തിയാലേ ആ ഒരു താലന്ത് ദുരുപയോഗം ചെയ്തവനെ യജമാനൻ പറഞ്ഞു അവനെ നിത്യനരകത്തിലേക്ക്, നിത്യശിക്ഷയിലേക്ക്, നിത്യാഗ്നിയിലേക്ക് അടച്ചു കളയുക. അവൻ്റെ ഒരു താലന്ത് പിടിച്ചു വാങ്ങുക. മത്തായിയുടെ സുവിശേഷത്തിൽ 25-ാമത്തെ അധ്യായത്തിലെ 3-ാമത് കർത്താവ് പറയുന്ന കഥയാണ്, ഉപമയാണ്. 31 തുടങ്ങി 46 വരെയുള്ള വചനങ്ങൾ അന്ത്യവിധിയുടെ കഥ. ഈ കഥയെക്കുറിച്ച് ഞാൻ ഒരു വിശദീകരണം ആർക്കും തരേണ്ട കാര്യമില്ല. എല്ലാവർക്കും മനപ്പാഠം അറിയുന്ന ഒരു കഥയാണിത്. അവൻ ചെമ്പരിയാടുകളെ വലതുവശത്തും കോലാടുകളെ ഇടതുവശത്തുമായിട്ട് തിരിച്ചു. ഈ ചെമ്പരിയാടും കോലാടും അത് സത്യത്തിലെ ഔദാര്യം കൊണ്ട് സ്വാതന്ത്ര്യത്തെ വിവേകപൂർവ്വം ഉപയോഗിച്ചവരാണ് ചെമ്പരിയാടുകൾ. സ്വാതന്ത്ര്യത്തെ പിശുക്കായി അത് ആർക്കും പങ്കുവെക്കാതെ തൻ്റെ കഴിവുകൾ നശിപ്പിച്ച് കളഞ്ഞവർ, നഷ്ടപ്പെടുത്തി കളഞ്ഞവരാണ് കോലാടുകൾ. ഇവിടെ തമ്പുരാൻ വളരെ കൃത്യമായിട്ട് നമുക്ക് മുൻപിൽ അവതരിപ്പിക്കുന്ന ഒരു ദൈവശാസ്ത്രമുണ്ട്. അത് കാഴ്ചപ്പാട് ശാസ്ത്രമാണ്. എന്താണ് കാഴ്ചപ്പാട് ശാസ്ത്രം? എനിക്ക് വിശന്നു, നിങ്ങൾ ഭക്ഷിക്കാൻ തന്നു. എനിക്ക് ദാഹിച്ചു, നിങ്ങൾ കുടിക്കാൻ തന്നു. ഞാൻ പരദേശിയായിരുന്നു, നിങ്ങൾ എനിക്ക് അഭയം നൽകി. ഞാൻ കാരാഗ്രഹത്തിലായിരുന്നു, നിങ്ങൾ എന്നെ സന്ദർശിച്ചു. എനിക്ക് വസ്ത്രമില്ലായിരുന്നു, നിങ്ങൾ എനിക്ക് വസ്ത്രം തന്നു. അവർ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, എപ്പോൾ, എപ്പോൾ, എങ്ങനെ? ഈ എളിയവരിൽ ആർക്കെങ്കിലും നിങ്ങൾ ചെയ്തപ്പോൾ ഇതെനിക്ക് തന്നെയാണ് ചെയ്തത്. നിങ്ങൾക്കറിയാം, മദർ തെരേസ മരിച്ച് 5 കൊല്ലം കഴിയുന്നതിന് മുൻപ് മദർ തെരേസയെ വിശുദ്ധയാക്കി. ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ അതിൻ്റെ കാരണമായിട്ട് പറഞ്ഞ എന്താണെന്നറിയാമോ? ബെനഡിക്ട് മാർപ്പാപ്പ അതിൻ്റെ പിറകിലെ നിൽക്കാൻ കാരണം എന്താണെന്നറിയാമോ? നിത്യ രക്ഷയുടെ, നിത്യസമ്മാനത്തിൻ്റെ അളവുകോല് സഹോദരങ്ങളോട് കാണിക്കുന്ന കാരുണ്യവും ആർദ്രതയും അലിവും ഔദാര്യവുമാണ്. ഇടതുവശത്ത് നിൽക്കുന്നവരെ നിത്യശിക്ഷയിലേക്ക് വിടുകയാണ്. ശപിക്കപ്പെട്ടവരെ, ശിക്ഷിക്കപ്പെട്ടവരെ നിത്യനരകത്തിലേക്ക്. സ്നേഹമുള്ള എൻ്റെ സഹോദരങ്ങളെ, നിങ്ങളോട് ഞാൻ പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്ന ആശയം, നിത്യരക്ഷ എത്ര സുനിശ്ചിതമായിട്ടുണ്ടോ അതുപോലെ തന്നെ സുനിശ്ചിതമായിട്ടുള്ള ഒരവസ്ഥയാണ് നിത്യശിക്ഷ. ഒരിക്കലും രക്ഷപ്പെടാൻ പറ്റാത്ത വിധത്തിലുള്ള ദൈവത്തിൻ്റെ വിധി നിർണയം. വലതുവശത്തുള്ളവരെ നിത്യസൗഭാഗ്യത്തിലേക്ക് പ്രവേശിക്കപ്പെടുമ്പോൾ ഇടതുവശത്തുള്ളവരെ പ്രവേശിക്കപ്പെടുന്നത് നിത്യാഗ്നിയിലേക്ക്, നിത്യനരകത്തിലേക്ക്. ഈ നരകം എങ്ങനെയാണെന്ന് എന്നോട് ഒരുപാട് പേര് ചോദിക്കാറുണ്ട്. പിതാവ് ഒരിക്കലും കണ്ടിട്ടില്ല മക്കളെ, നരകം എങ്ങനെയായിരിക്കുമെന്ന്. അതുകൊണ്ട് തന്നെ എനിക്ക് അറിയാൻ, വ്യാഖ്യാനിക്കാൻ, നിങ്ങൾക്ക് വിശദീകരിക്കാൻ ഞാൻ നിസ്സഹായനാണ്. പക്ഷെ നരകത്തെക്കുറിച്ച് ചില വസ്തുതകൾ ബൈബിളിൽ നമ്മൾ കാണുന്നുണ്ട്. ആ വസ്തുതകൾ വളരെ പ്രധാനപ്പെട്ട വസ്തുതകളായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. യഹൂദന്മാരുടെ ആദ്യകാല വിശ്വാസം അനുസരിച്ച് മരിച്ചവർ അടക്കപ്പെടുന്ന ഭൂമിക്കകത്താണ്. അതോടുകൂടെ അവർ പാതാളത്തിലേക്ക് പ്രവേശിക്കപ്പെടുന്നു എന്നാണ് അവർ വിശ്വസിക്കുന്നത്. ഈ പാതാളം അതിനവരുപയോഗിക്കുന്ന ഒരു പ്രയോഗമുണ്ട്. ആ പ്രയോഗത്തിന് അവരുപയോഗിക്കുന്ന 2 പദങ്ങളാണ് ഷെയോൾ ആൻഡ് ഹാദേസ്. ഷെയോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹീബ്രു ഭാഷയിലെ
പാതാളം. ഹാദേസ് എന്ന് വെച്ചാൽ ഗ്രീക്ക് ഭാഷയിലെ പാതാളം. ഈ പാതാളം എങ്ങനെയുണ്ട് എന്നതിനെ സംബന്ധിച്ച് ചില പ്രയോഗങ്ങൾ നമ്മൾ ബൈബിളിൽ കാണുന്നുണ്ട്. ചില വളരെ പ്രത്യേകതയുള്ള ചില പ്രയോഗങ്ങൾ കാണുന്നുണ്ട്. ഈ ഗഹന്ന, അതിൽ നിന്നാണ് വരുന്നത്. ഗഹന്ന അഗ്നിയുള്ള സ്ഥലം, പുഴുവുള്ള സ്ഥലം. മത്തായിയുടെ സുവിശേഷത്തിൽ 18-ാമത്തെ അധ്യായത്തിൽ 8-ാമത്തെ വാക്കുകൾ പറയുന്നു അത് അഗ്നിയുടെ സ്ഥലമാണ്. 5-ാമത്തെ അധ്യായത്തിലെ 22-ാമത്തെ വചനം പറയുന്നു നരകാഗ്നിയുണ്ട്. മത്തായിയുടെ സുവിശേഷം 8-ാമത്തെ അധ്യായത്തിൽ വീണ്ടും 12-ാമത്തെ വാക്കിൽ പറയുന്നു അവിടുത്തെ വിലാപത്തിൻ്റെയും പല്ലുകടിയുടെയും സ്ഥലമാണ്. അവിടുത്തെ പുഴു ചാകുകയില്ല, അവിടുത്തെ അഗ്നി കെടുകയില്ല. സഹോദരങ്ങളെ, ഈ നരകത്തിൽ തീയുണ്ട്, നരകത്തിൽ പുഴുവുണ്ട് എന്നൊക്കെ ചിന്തിക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം യഹൂദ പാരമ്പര്യം അനുസരിച്ചിട്ട് അവർ മാലിന്യങ്ങൾ കത്തിച്ച് കളഞ്ഞിരുന്ന ജെറൂസലേമിനടുത്തുള്ള അഗാധമായിട്ടുള്ള ഒരു കുഴി പിടിച്ച സ്ഥലമാണ് ഈ ഗഹന്ന, ഷെയോൾ, ഹാദേസ്. ഈ മാലിന്യങ്ങൾ എപ്പോഴും പുകഞ്ഞുകൊണ്ടിരിക്കും. കത്തിച്ച് കഴിഞ്ഞത് ഇങ്ങനെ പുകഞ്ഞുകൊണ്ടിരിക്കും. അവിടുത്തെ തീ ഒരിക്കലും കെടുകയില്ല. ആ തീ ഇങ്ങനെ കത്തിക്കൊണ്ടിരിക്കും. അവിടെ നിങ്ങൾക്കറിയാം ഈ തീയെ കത്തിക്കയില്ലാത്ത സ്ഥലങ്ങളിലെ ഈ മാലിന്യങ്ങൾ ജീർണിച്ചതിൻ്റെ ഫലമായിട്ട് പുഴുക്കളുണ്ടാകും. അതുകൊണ്ട് ഈ ഗഹന്ന എന്ന് പറഞ്ഞ സ്ഥലത്തിൻ്റെ ഒരു പ്രത്യേകത എപ്പോഴും അത് പുകഞ്ഞുകൊണ്ടിരിക്കും. അവിടെ എപ്പോഴും പുഴുക്കൾ സമൃദ്ധിയാണ്. യഹൂദന്മാരെ പലപ്പോഴും പാതാളത്തെ ഈ ഗഹനയുമായിട്ട് ബന്ധപ്പെടുത്തി ചിന്തിച്ചു. അതുകൊണ്ടാണ് അവർ പറയുന്നത് പുഴു ചാകാത്തതും തീ കെടാത്തതുമായിട്ടുള്ള നിത്യാഗ്നി. അവരുടെ കാഴ്ചപ്പാടിൽ നിന്നാണ് നമ്മളും പലപ്പോഴും ഇതെല്ലാം ഉൾക്കൊള്ളുന്നത്. ഗഹന്ന എന്ന് വെച്ച് കഴിഞ്ഞാൽ, നരകമെന്ന് വെച്ച് കഴിഞ്ഞാൽ പുഴു ചാകാത്തത്, തീ കെടാത്തത്. ചിലപ്പോഴൊക്കെ ചില തെറ്റായ മുന്നേറ്റങ്ങൾ കരിസ്മാറ്റിക് മൂവ്മെൻ്റ് ഭാഗമായിട്ട് വരുന്നവർ പറയുന്നുണ്ട് പാതാളങ്ങളിൽ ഇറങ്ങി അവിടെ കർത്താവ് രണ്ടാമതും പ്രസംഗിച്ച് അവരെല്ലാം ജ്ഞാനസ്നാനം നടത്തി മുകളിലോട്ട് കൊണ്ടുവരുമെന്ന്. കത്തോലിക്ക വിശ്വാസം അനുസരിച്ചിട്ട് നമ്മുടെ കർത്താവ് മരണശേഷം ശുദ്ധീകരണ സ്ഥലത്തിൽപ്പെട്ട ആത്മാക്കൾക്ക് കൊടുക്കുന്ന ആനുകൂല്യമൊഴിച്ച് നിത്യശിക്ഷയിൽ വിധിക്കപ്പെട്ട ആർക്കും തന്നെ ആനുകൂല്യങ്ങൾ കൊടുക്കുന്നില്ല. മരണശേഷം തീരുമാനങ്ങൾ മാറ്റാൻ നമുക്ക് കഴിയില്ല. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ പറയുന്നത് ശിക്ഷ നിത്യമാണ്. ആ ശിക്ഷ അവസാനത്തേതാണ്. ദാറ്റ്സ് എ ഫൈനൽ ജഡ്ജ്മെൻറ്റ്. അതുകൊണ്ട് നരകം എന്ന് പറയുന്നത് ദുരന്തപൂർണമായിട്ടുള്ള ഒരവസ്ഥയാണ്. നരകത്തിൻ്റെ ഏറ്റവും വലിയ നാശം എന്താണെന്നറിയാമോ? ദൈവത്തെ കാണാൻ കഴിയുന്നുള്ളതാണ്. സ്വർഗം ദൈവത്തിൻ്റെ സാന്നിധ്യത്തിലുള്ള വിശുദ്ധന്മാരുടെയും ത്രിത്വൈക ദൈവത്തിൻ്റെയും മാലാഖമാരുടെയൊക്കെ സംസർഗവും സഹവാസവുമാണ്. അതാണ് സ്വർഗം. നരകമെന്ന് പറയുന്നത് ദൈവമില്ലാത്ത സ്ഥലം, നന്മയില്ലാത്ത സ്ഥലം. അതുകൊണ്ടാണ് അത് അന്ധകാരമാണെന്ന് പറയുന്നത്, അത് അഗ്നിയാണെന്ന് പറയുന്നത്, അത് പുഴു ചാകാത്തതാണെന്ന് പറയുന്നത്. കാരണം അവിടുത്തെ അവസ്ഥ ഭീകരമാണ്. സഹോദരങ്ങളെ, നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ ജീവിതത്തിൻ്റെ മുൻപിലെ സാധ്യതകളുണ്ട്. നിത്യരക്ഷയുടെ സാധ്യതയും നിത്യശിക്ഷയുടെ സാധ്യതയും. പത്രോസ് ഉപേക്ഷിച്ചവനാ. പക്ഷെ അവൻ തിരിഞ്ഞ് കർത്താവ് നോക്കിയപ്പോൾ വാവിട്ട് നിലവിളിച്ചു. യൂദാസിനെയും കർത്താവ് നോക്കിയതാണ്. പക്ഷെ അവൻ തിരിഞ്ഞ് മുഖം തിരിച്ചോടിപ്പോയി. അവൻ പോയതിനെക്കുറിച്ച് യോഹന്നാനും സ്ലിഹന്മാരും പറയുന്നത് അവൻ അന്ധകാരത്തിലേക്ക് പോയി. അവൻ വെളിച്ചത്തിൻ്റെ വഴി വിട്ട് അന്ധകാരത്തിലേക്ക് പോയി. മരണത്തെക്കുറിച്ചുള്ള ചിന്തകൾ നമ്മെ ഭയപ്പെടുത്താൻ മാത്രമുള്ളതല്ല, വിവേകത്തോടെ ജീവിക്കാൻ, എണ്ണ കരുതി ജീവിക്കാൻ, താലന്തുകളെ വർദ്ധിപ്പിച്ച് ജീവിക്കാൻ, സഹോദരങ്ങളെ പരിഗണിച്ച് ജീവിക്കാൻ നമ്മെ പ്രാപ്തരാക്കട്ടെ. നരകം നമ്മുടെ മുൻപിലെ ഒരടഞ്ഞ അധ്യായമാകാൻ ഇന്ന് തീരുമാനിക്കാൻ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.
ഏഴുവിളക്കിൻ നടുവിൽ ശോഭപൂർണനാ, മാറത്ത് പൊൻകച്ചയണിഞ്ഞും കാണും യേശുവേ. ഏഴുവിളക്കിൻ നടുവിൽ ശോഭപൂർണനാ, മാറത്ത് പൊൻകച്ചയണിഞ്ഞും കാണും യേശുവേ. ആദ്യനും അന്ത്യനും നീ മാത്രമേശുവേ. സ്തുതികൾക്കും പുകഴ്ചയ്ക്കും യോഗ്യനേശുവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആദ്യനും അന്ത്യനും നീ മാത്രമേശുവേ. സ്തുതികൾക്കും പുകഴ്ചയ്ക്കും യോഗ്യനേശുവേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ദിവ്യകാരുണ്യീശോയെ, അങ്ങ് ഞങ്ങൾക്ക് വേണ്ടിയാണല്ലോ ജീവൻ വെടിഞ്ഞത്. മരണത്തെ തോൽപ്പിച്ചുത്ഥാനം ചെയ്തിന്ന് അങ്ങ് ദിവ്യകാരുണ്യമായി ഞങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നതും ഞങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടിയാണല്ലോ. തന്നിൽ വിശ്വസിക്കുന്നവരിൽ ഒരുവനും നശിച്ചു പോകാതെ സകലരും രക്ഷ പ്രാപിക്കുന്നതിനു വേണ്ടി തൻ്റെ ഏകജാതനെ നൽകാൻ തക്കവിധം ലോകത്തെ അത്രയധികം സ്നേഹിച്ച ദൈവമേ, അങ്ങയുടെ സ്നേഹത്തിൻ്റെ അടയാളമായി അങ്ങയുടെ തിരുക്കുമാരൻ ഇന്ന് ഞങ്ങളുടെ മുന്നിൽ ദിവ്യകാരുണ്യമായി കടന്നു വന്നിരിക്കുന്നല്ലോ. കർത്താവേ, ഈ ലോകത്തിൽ ആരും നശിച്ചു പോകരുതേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ജീവിതത്തിൻ്റെ പരാജയങ്ങളിൽപ്പെട്ട് അന്ത്യവിധിയിൽ നരകശിക്ഷയ്ക്കർഹരാകുന്നവരെ കർത്താവേ, അവരെ ഓർത്ത് ഞങ്ങൾ ദുഃഖിക്കുന്നു. ഇനിയും ആരും നശിച്ചു പോകാതിരിക്കാൻ അങ്ങ് ആഗ്രഹിക്കുന്നല്ലോ. അങ്ങയുടെ ആ സ്നേഹത്തോട് ചേർന്ന് ഞങ്ങളും ഏകമനസ്സോടെ ഈ ലോകത്തിൽ ഒരു വ്യക്തിയും നശിച്ചു പോകരുതേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ആരാധനയുടെ ഈ നിമിഷങ്ങളിൽ ഈ ലോകത്തിലുള്ള സകല വ്യക്തികളെയും തിരുമുമ്പിൽ സമർപ്പിക്കുന്നു. കർത്താവേ, വിശുദ്ധ ഫ്രാൻസിസ് സേവിയർ ഹൃദയം നൊന്ത് പ്രാർത്ഥിച്ചതുപോലെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾക്ക് ആത്മാക്കളെ തരിക, ബാക്കിയെല്ലാം എടുത്തുകൊള്ളുക. ഈശോയെ, ഈ ലോകത്തിലെ സകല ആത്മാക്കളും
വിശുദ്ധീകരിക്കപ്പെടാനുള്ള വലിയ ആഗ്രഹത്തിൽ അങ്ങയുടെ തിരുമുമ്പിൽ ഞങ്ങൾ ഈ നിമിഷങ്ങളിൽ പ്രാർത്ഥിക്കുന്നു. ഓർസ്ലേമിൻ മതിലുകൾ പാപത്തിൻ പ്രകമ്പനത്തിൽ തകരുമ്പോൾ കണ്ണീരൊഴുക്കാതെ ഞാനെങ്ങനെ ഉറങ്ങും? സിയോന്റെ കുഞ്ഞുങ്ങൾ പാപത്തിൻ പെരുവഴിയിൽ മയങ്ങുമ്പോൾ കണ്ണീരൊഴുക്കാതെ ഞാനെങ്ങനെ ഉറങ്ങും? ഓർസ്ലേമിൻ മതിലുകൾ പാപത്തിൻ പ്രകമ്പനത്തിൽ തകരുമ്പോൾ കണ്ണീരൊഴുക്കാതെ ഞാനെങ്ങനെ ഉറങ്ങും? സിയോന്റെ കുഞ്ഞുങ്ങൾ പാപത്തിൻ പെരുവഴിയിൽ മയങ്ങുമ്പോൾ കണ്ണീരൊഴുക്കാതെ ഞാനെങ്ങനെ ഉറങ്ങും? ആത്മാക്കളെ തരിക, എൻ്റെ സർവവും എടുത്തുകൊള്ളുക. ആത്മാക്കളെ തരിക, എൻ്റെ സർവവും എടുത്തുകൊള്ളുക. ആത്മാക്കളെ തരിക, എൻ്റെ സർവവും എടുത്തുകൊള്ളുക. കർത്താവിൻ്റെ സന്നിധിയിൽ ആത്മാക്കൾക്ക് വേണ്ടിയുള്ള ദാഹത്തോടെ നമുക്കായിരിക്കാം. ദൈവം ആരെയും നരകശിക്ഷയ്ക്ക് വിധിക്കുന്നില്ല. മനുഷ്യൻ ആ ശിക്ഷ ഏറ്റുവാങ്ങുകയാണ്. ദൈവം നൽകിയ സ്വാതന്ത്ര്യം ദുരുപയോഗിക്കുന്നവൻ അവനാണ് പരാജയപ്പെടുന്നത്. പലവിധ കാരണങ്ങൾ കൊണ്ട് അനേകം മനുഷ്യരിന്ന് നശിച്ചുകൊണ്ടിരിക്കുന്നു. ആരും നശിച്ചു പോകരുതെന്ന് ആഗ്രഹിക്കുന്ന ദൈവപിതാവിൻ്റെ ഹൃദയത്തോടെ നമുക്ക് ഈ ആരാധനയിൽ പ്രാർത്ഥിക്കാം. മനുഷ്യൻ്റെ അന്ത്യങ്ങൾ 4 എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. മരണം, വിധി, സ്വർഗം, നരകം. ദൈവമേ, ഇതിൽ മരണവും വിധിയും ഞങ്ങൾ കടന്നു പോകേണ്ടതാണ്. സ്വർഗമാണ് ഞങ്ങളുടെ ലക്ഷ്യം. ഒരു വ്യക്തി പോലും നരകശിക്ഷയ്ക്ക് വിധേയമാകരുതേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സഭ പഠിപ്പിക്കുന്നു എന്താണ് നരകം. ഈ ഭൂമിയിലെ ജീവിതത്തിൽ തിന്മ പ്രവർത്തിക്കുകയും ദൈവനിഷേധത്തിൽ ആനന്ദം കണ്ട് ജീവിക്കുകയും ചെയ്യുന്ന മനുഷ്യൻ മരിക്കുമ്പോൾ എത്തിച്ചേരുന്ന അവസ്ഥയാണ് നരകം. ഈ ലോക ജീവിതത്തിൽ തിന്മ പ്രവർത്തിക്കുന്നവർ, ദൈവനിഷേധത്തിൽ ആനന്ദം കണ്ടെത്തുന്നവർ ഇന്ന് നിരവധിയാണ്. അവരുടെ മാനസാന്തരത്തിനു വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. നമ്മുടെയും വ്യക്തി ജീവിതത്തിൽ ഏറെ വിശുദ്ധീകരണം ആവശ്യമുണ്ട്. കർത്താവിൻ്റെ ഈ ദിവ്യ സന്നിധിയിലിരുന്നു കൊണ്ട് അവിടുത്തെ വചനത്തെ നമുക്ക് ഹൃദയത്തിൽ ഏറ്റെടുക്കാം. മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായം 26-ാം തിരുവചനം. ഈശോ ചോദിക്കുന്നു, നീ ലോകം മുഴുവൻ നേടിയാലും
നിന്റെ ആത്മാവ് നശിച്ചാൽ എന്താണ് പ്രയോജനം? കർത്താവിൻ്റെ ഈ വചനം അനേകരെ മാനസാന്തരപ്പെടുത്തിയിട്ടുണ്ട്. ഇനിയും അനേകരെ മാനസാന്തരപ്പെടുത്തേണ്ടതുണ്ട്. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, സകലരെയും അങ്ങ് മാനസാന്തരപ്പെടുത്തണമേ, സകലരെയും അങ്ങ് രക്ഷപ്പെടുത്തണമേ. സ്നേഹത്തിൻ്റെ വിശാലമായ ഹൃദയത്തോടെ നമുക്ക് കർത്തൃസന്നിധിയിലിരുന്നു കൊണ്ട് ആത്മാക്കളുടെ ദാഹത്തോടെ ധ്യാനിക്കാം. ഈ ഗാനത്തിൻ്റെ ഈരടികൾ നമ്മുടെ ഹൃദയത്തെ സ്പർശിക്കട്ടെ. മനുഷ്യ നീ ലോകമഖിലം നേടിയെന്നാലും നിന്നാത്മനാശം വന്നു പോയാൽ എന്തു നേടും? മനുഷ്യ നീ ലോകമഖിലം നേടിയെന്നാലും നിന്നാത്മനാശം വന്നു പോയാൽ എന്തു നേടും? ആത്മാവിനു പകരമായി തെന്തു നൽകും നീ? ഈ ലോക സമ്പത്തൊന്നു ചേർന്നാൽ തികയുമോ വിലയാ? മനുഷ്യ നീ ലോകമഖിലം നേടിയെന്നാലും നിന്നാത്മനാശം വന്നു പോയാൽ എന്തു നേടും? ആത്മാവിൻ്റെ വിലയറിയാൻ കർത്താവിൻ്റെ വചനങ്ങളുടെ വെളിച്ചത്തിൽ നമ്മൾ ധ്യാനിക്കണം. എന്താണ് ഒരാത്മാവിൻ്റെ വില? എന്തുകൊണ്ടാണ് മനുഷ്യൻ്റെ ആത്മാവിന് ഇത്രയേറെ വിലയുള്ളത്? ഈശോ ചോദിക്കുന്നു, നീ ലോകം മുഴുവൻ നേടിയാലും നിന്റെ ആത്മാവ് നശിച്ചാൽ എന്താണ് പ്രയോജനം? എന്താണ് അർത്ഥം? ഈ ലോകത്തിലുള്ള സകലതിനേക്കാളും വിലയുള്ളതാണ് മനുഷ്യൻ്റെ ആത്മാവ്. ഈ ലോകത്തിലുള്ള സകലതിനേക്കാളും വിലയുള്ളതാണ് മനുഷ്യൻ്റെ ആത്മാവ്. കാരണം ഈ ലോകത്തിലുള്ള സകലതും നശിച്ചു പോകും. എന്നാൽ അനശ്വരമായി നശിക്കാത്തതായി മനുഷ്യൻ്റെ ആത്മാവ് മാത്രമാണുള്ളത്. മനുഷ്യൻ്റെ ആത്മാവിൻ്റെ അനശ്വരത കർത്താവ് ലൂക്കായുടെ സുവിശേഷം 12-ാം അധ്യായം 13 മുതലുള്ള തിരുവചനങ്ങളിൽ മനുഷ്യൻ്റെ ആത്മാവിൻ്റെ ഈ അനശ്വരതയെ ബോധ്യപ്പെടുത്തുന്നുണ്ട്. 20-ാം തിരുവചനം ഇങ്ങനെ ചോദിക്കുന്നു, ദൈവം അവനോട് പറഞ്ഞു, ഭോഷ, ഈ രാത്രി നിന്റെ ആത്മാവിനെ നിന്നിൽ നിന്ന് ആവശ്യപ്പെടും. അപ്പോൾ നീ ഒരുക്കി വച്ചിരിക്കുന്നവ ആരുടേതായിരിക്കും? സമ്പത്ത്, ആരോഗ്യം എല്ലാം നമുക്ക് ആവശ്യമാണ്. പക്ഷേ എന്തിനാണ് നമ്മൾ പ്രാമുഖ്യം നൽകേണ്ടത്? നമ്മൾ എന്തിനാണ് ഒന്നാം സ്ഥാനം കൊടുക്കേണ്ടത്? ഈ ലോകത്തെ മുഴുവനും വെട്ടിപ്പിടിക്കാൻ ആഗ്രഹിക്കുമ്പോൾ നമുക്ക് നമ്മുടെ ആത്മാവ് നഷ്ടമായിക്കൊണ്ടിരിക്കുന്നു. ലൂക്കായുടെ സുവിശേഷം 12-ാം അധ്യായം 22-ാം തിരുവചനം, നിങ്ങൾ അവിടുത്തെ രാജ്യം അന്വേഷിക്കുവിൻ, അവയെല്ലാം അതോടൊപ്പം നിങ്ങൾക്ക് ലഭിക്കും. 22 മുതലുള്ള തിരുവചനങ്ങളിൽ കർത്താവ് നമ്മെ ബോധിപ്പിക്കുന്ന വലിയ രഹസ്യം ഇതാണ്: നീ കരുതി വച്ചിരിക്കുന്നതെല്ലാം ആർക്ക് വേണ്ടിയായിരിക്കും? മനുഷ്യൻ്റെ ആത്മാവിൻ്റെ അനശ്വരതയറിയാതെ സ്വരുക്കൂട്ടി വയ്ക്കുന്നവർക്ക് കർത്താവിൻ്റെ മുന്നിൽ ഈ ചോദ്യത്തിന് ഉത്തരം നൽകാൻ കഴിയണം. നീ കരുതി വച്ചിരിക്കുന്നത് ആർക്ക് വേണ്ടിയാണ്?
മകനേ, ഈ രാത്രി ഞാൻ നിന്നെ വിളിച്ചിടുകിൽ നാളെ നീ നിദ്രവിട്ടുണരുകില്ല. മകനേ, ഈ രാത്രി ഞാൻ നിന്നെ വിളിച്ചിടുകിൽ നാളെ നീ നിദ്രവിട്ടുണരുകില്ല. നിന്റെ സമ്പാദ്യവും സമ്പത്തുമെല്ലാം നിന്നെയുപേക്ഷിച്ചിടും. അനുദപിക്കൂ, മകനേ, അനുദപിക്കൂ, അനുദപിക്കൂ. മനുഷ്യൻ്റെ ആത്മാവിൻ്റെ വില ഏറ്റവും അധികം ഒരുപക്ഷെ അറിയുന്നത് പിശാചിനാണ്. കാരണം മനുഷ്യൻ്റെ ആത്മാവിനെ മറ്റെന്തിനേക്കാളും അവൻ വിലമതിക്കുന്നു. നിനക്ക് കുന്നുകൂട്ടി സമ്പത്ത് തരുമ്പോൾ, നിനക്ക് ആർത്തുല്ലസിക്കാൻ ആരോഗ്യം തരുമ്പോൾ, നിനക്ക് ഉല്ലാസത്തിനായി ധാരാളം കൂട്ടുകാരെ തരുമ്പോൾ, ലോകത്തിൻ്റെ സുഖം മുഴുവനും നിന്റെ മുമ്പിൽ തുറന്നു വയ്ക്കുമ്പോൾ, അതിനുവേണ്ടി എന്തൊക്കെ വ്യയം ചെയ്താലും പിശാചിന് ഒരു നഷ്ടവുമില്ല. കാരണം മനുഷ്യൻ്റെ ആത്മാവിൻ്റെ മുമ്പിൽ അവയെല്ലാം പുല്ലുപോലെയാണ്. എത്രയോ മനുഷ്യരെ പലവിധ മോഹങ്ങളിൽ കുടുക്കി പിശാചിന്ന് സ്വന്തമാക്കുന്നു. കൊരിന്തോസുകാർക്കുള്ള 2-ാം ലേഖനം 11-ാം അധ്യായം 3-ാം തിരുവചനം. സർപ്പം ഹൗവായെ തന്ത്രപൂർവം ചതിച്ചതുപോലെ നിങ്ങളുടെ ചിന്തകൾ ക്രിസ്തുവിലുള്ള ലാളിത്യത്തിലും വിശുദ്ധിയിലും നിന്ന് വ്യതിചലിപ്പിക്കപ്പെടുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. മനുഷ്യനെ തന്ത്രപൂർവം ചതിക്കുന്നവന് അവൻ്റെ ആത്മാവിൻ്റെ വിലറിയാം. കർത്താവേ, ഒരാത്മാവ് പോലും പിശാചിൻ്റെ കണിയിൽപ്പെട്ടു പോകാതിരിക്കാൻ അങ്ങയുടെ തിരുസന്നിധിയിൽ ഞങ്ങൾ മാധ്യസ്ഥം വഹിക്കുന്നു. ഈ ലോക ജീവിതത്തിൽ ഞങ്ങളും ഈ പരീക്ഷണങ്ങൾക്കൊക്കെ വിധേയമായിക്കൊണ്ടിരിക്കുന്നു. അറിഞ്ഞു പറയാതെയും പലപ്പോഴും ഞങ്ങൾ വീണു പോകുന്നു. ഈശോയെ, ഞങ്ങളുടെ ആത്മാവിനെ തട്ടിയെടുക്കാൻ ഞങ്ങളുടെ മുമ്പിൽ ആകർഷക വസ്തുക്കൾ നിരത്തുന്ന, ഞങ്ങളുടെ മോഹങ്ങൾക്ക് എല്ലാ വിധത്തിലും ആനുകൂല്യങ്ങൾ ചെയ്തു തരുന്ന പിശാചിൻ്റെ കെണിയിൽ ഞങ്ങൾ വീഴാൻ അനുവദിക്കരുതേ. ഓ കർത്താവേ, നിൻ അഗ്നി എന്നിൽ കത്തിക്കാം. അശുദ്ധിയെല്ലാം ചാരമാകട്ടെ, ഞാൻ തിളങ്ങുന്ന മുത്താകട്ടെ. അശുദ്ധിയെല്ലാം ചാരമാകട്ടെ, ഞാൻ തിളങ്ങുന്ന മുത്താകട്ടെ. മനുഷ്യൻ്റെ ആത്മാവിൻ്റെ വില അറിയുന്ന ദൈവം ആ ആത്മാവിനെ നേടാൻ എന്ത് വിലയാണ് കൊടുത്തത്? യോഹന്നാന്റെ സുവിശേഷം 3:16, തൻ്റെ ഏകജാതനെയാണ് എൻ്റെ ആത്മാവിന് വിലയായി പിതാവായ ദൈവം നൽകിയത്. പത്രോസിൻ്റെ 1-ാം ലേഖനം
1-ാം അധ്യായം 18-19 തിരുവചനങ്ങൾ. നിങ്ങൾ വീണ്ടെടുക്കപ്പെട്ടത് നശ്വരമായ വെള്ളിയോ സ്വർണമോ കൊണ്ടല്ല, കറയോ കളങ്കമോ ഇല്ലാത്ത കുഞ്ഞാടിൻ്റേതുപോലുള്ള അമൂല്യ രക്തം കൊണ്ടത്രേ. ഈ രക്തം കൊണ്ട് കഴുകുമ്പോൾ നമ്മൾ വിശുദ്ധീകരിക്കപ്പെടും. കർത്താവേ, പല വിധത്തിലുള്ള പാപത്തിൻ്റെ ബന്ധനത്തിൽ കഴിയുന്നവരെ, തിന്മ പ്രവർത്തിക്കുന്നവരെ, അന്ധകാര ശക്തികളിൽ അമർന്നു പോയവരെ അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. ഈശോയെ, അങ്ങയുടെ തിരുരക്തത്താൽ കഴുകണമേ, ശുദ്ധീകരിക്കണമേ. ഈശോയുടെ അതിദാരുണമാ പീഡാസഹനങ്ങളെയോർത്തെന്നും പിതാവേ ഞങ്ങളുടെ മേൽ ലോകം മുഴുവൻ്റെ മേൽ കരുണയുണ്ടാകേണമേ. ദൈവത്തെ നിഷേധിച്ച, ജീവിക്കുന്നതിൽ ആനന്ദം കണ്ടെത്തി ദൈവത്തെ ധിക്കരിക്കുന്ന, ദൈവവിശ്വാസികളെ പീഡിപ്പിക്കുന്ന, ക്രിസ്തുവിൻ്റെ സഭയെ നശിപ്പിക്കാൻ ശ്രമിക്കുന്ന, വിശ്വാസമറ്റുപോയ, നിരീശ്വരത്വത്തിലും യുക്തിവാദത്തിലും മുഴുകിക്കഴിയുന്ന, ലോകസുഖമോഹങ്ങളുടെ പുറകെ പോകുന്ന സകലരുടെയും മേലും കർത്താവേ, ഇപ്പോൾ അങ്ങയുടെ തിരുരക്തം തെളിക്കണമേ. ഈശോയുടെ അതിദാരുണമാ പീഡാസഹനങ്ങളെയോർത്തെന്നും പിതാവേ ഞങ്ങളുടെ മേൽ ലോകം മുഴുവൻ്റെ മേൽ കരുണയുണ്ടാകേണമേ. ഒരിക്കൽ കൂടെ സകല ആത്മാക്കളെയും യേശുവിൻ്റെ രക്തത്തിൽ ശുദ്ധീകരിക്കാൻ ആഗ്രഹിച്ചുകൊണ്ട് ദിവ്യകാരുണ്യനാഥൻ്റെ മുമ്പിൽ വിനീതമായി നമുക്ക് പാടാൻ പ്രാർത്ഥിക്കാം. ഈശോയുടെ അതിദാരുണമാ പീഡാസഹനങ്ങളെയോർത്തെന്നും പിതാവേ ഞങ്ങളുടെ മേൽ ലോകം മുഴുവൻ്റെ മേൽ കരുണയുണ്ടാകേണമേ. പരിശുദ്ധ പരമദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി സകലേശാദിവ്യ കടാക്ഷം തൂഗണമേ വത്സലസുതരിൽ നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ.
പരിശുദ്ധ പരമദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.